1442 വർഷത്തെ പഴമയുള്ള ആറാട്ടുപുഴ പൂരത്തിന്റെ വിശദ വിവരങ്ങളടങ്ങിയ എം രാജേന്ദ്രൻ എഴുതിയ കളഭം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. പുസ്തകത്തിന്റെ കൈരളി നാരായണൻ പരിഭാഷപ്പെടുത്തിയ ഇംഗ്ലീഷ് പതിപ്പും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അപ്പോൾ കളഭത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ആറാട്ടുപുഴയിൽ. ആ കളഭം ഇന്ന് ഒരു പുസ്തക രൂപത്തിൽ വീണ്ടും പുനഃപ്രകാശനം ചെയ്യുകയാണ്. ആദ്യം ഇവിടെ പ്രകാശനം നടന്നു. അതിൻ്റെ ഉള്ളടക്കം നാം എല്ലാം മനസ്സിലാക്കിയതാണ്. അത് ധാരാളം സർക്കുലേഷൻ ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും അത് പ്രസിദ്ധീകരിക്കേണ്ടി വരുന്നത്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പലരുടെയും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മോടി പിടിപ്പിച്ചുകൊണ്ടാണ് പുതിയ പതിപ്പ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ അത് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി അത് പരിഭാഷ ചെയ്തുകൊണ്ട് ശ്രീമതി കൈരളി നാരായണൻ്റെ ആ ഒരു ശ്രമം കൂടി ഇവിടെ പ്രസിദ്ധീകരിക്കുകയാണ് പുസ്തകം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ശാസ്താവിൻ്റെ അനുഗ്രഹവും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഡോക്ടർ PV കൃഷ്ണൻ നായർ, അഷ്ടമൂർത്തി, വിദ്യാധരൻ മാസ്റ്റർ, അമ്പലപ്പുഴ വിജയകുമാർ, വടക്കുംപാട്ട് നാരായണൻ, കൈരളി നാരായണൻ, സർവമംഗല ട്രസ്റ്റി രാജീവ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ഐവറി ബുക്സ് ആണ് പുസ്തകത്തിന്റെ പ്രസാധകർ. ചടങ്ങിൽ സർവമംഗല ട്രസ്റ്റ് തയ്യാറാക്കിയ വെബ്സൈറ്റ് ഉദ്ഘാടനവും നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആറാട്ടുപുഴ പൂരത്തിന്റെ ഐതിഹ്യവും ചരിത്രവും അടക്കമുള്ള ആധികാരിക വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേവമള.in എന്നതാണ് വെബ്സൈറ്റിന്റെ അഡ്രസ്. പൂരാഘോഷങ്ങളുടെ തുടക്കമാണ് ഈ പുസ്തക പ്രകാശനം എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ വലിപ്പം വെച്ച് നോക്കിയാൽ ഇത് ഒരു ചെറു പൂരം തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. രാജേന്ദ്രൻ്റെ പുസ്തകത്തെക്കുറിച്ച് സുജേഷ് വളരെ ചുരുക്കി പറഞ്ഞു. അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് മലയാള എഡിഷനെക്കുറിച്ച് വടക്കുംപാട്ട് നാരായണനും ഇംഗ്ലീഷ് എഡിഷനെക്കുറിച്ച് കൈരളി നാരായണനും സംസാരിക്കുന്നതാണ്. എന്നാലും ഇതിൻ്റെ ഒപ്പം കുറച്ച് നാൾ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. അത് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പിൽ മാടമ്പ കുഞ്ഞുകുട്ടൻ്റെ അവതാരികയിൽ പറയുന്ന പോലെ ഇതൊരു ദേശത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാടമ്പ് പറയുന്നുണ്ട്, ഓരോ ദേശത്തെയും ആരാധനാലയങ്ങളെ വെച്ച് നോക്കി അതിൻ്റെ ചരിത്രം ചികഞ്ഞെടുത്താൽ അത് കേരളത്തിൻ്റെ ചരിത്രം തന്നെയാകും എന്ന്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. ഈ ആറാട്ടുപുഴയുടെ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഈ ശാസ്താവിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ടുള്ള അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, നടത്തിപ്പിൻ്റെ വിവരങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള വളരെ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഈ പുസ്തകം നമുക്ക് ഏവർക്കും ഏവർക്കൊന്നുമല്ല, മലയാള ചരിത്ര ലോകത്ത് തന്നെ ഒരു നാഴികക്കല്ലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്.